ദുൽഹജ്ജ് 1 മുതൽക്ക് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നിങ്ങളാരോ ഇത് തക്ബീർ ചൊല്ലുമെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ടും മോനെ ആ ഉറങ്ങിപ്പോകുന്ന ആളെല്ലാം വിളിച്ചാട്ടെ. ദുൽഹജ്ജ് 1 മുതൽക്ക് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എന്ത് തക്ബീർ? നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം തക്ബീർ അല്ല, നിസ്കരിച്ച ഉടനെ പ്രത്യേകം തക്ബീർ. ദുൽഹജ്ജ് 9 അന്നത്തെ സുബ്ഹി മുതൽക്ക് മിൻ സുബ്ഹി യൗമി അറഫ ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്, ദുൽഹജ്ജ് 13 അന്നത്തെ അസറിന്റെ ശേഷം വരെ ഓരോ നിസ്കാരത്തിന്റെയും ഉടനെ പ്രത്യേകം തക്ബീർ സുന്നത്തുണ്ട്. അതൊരു തക്ബീറാണ്. അതേപോലെ പെരുന്നാൾ രാവിൽ, പെരുന്നാളിന്റെ മഗ്രിബ് മുതൽക്ക് പിറ്റേ ദിവസം ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീർ ചൊല്ലുന്നത് വരെ, തക്ബീർ കെട്ടുന്നത് വരെ സദാസമയവും തക്ബീർ സുന്നത്തുണ്ട്. അതല്ല ഈ പറഞ്ഞ തക്ബീർ. മറിച്ച് ഉദ്ഹിയ്യത്തിന് പറ്റാവുന്ന മൃഗങ്ങളെ, ഒട്ടകത്തെ കാണുമ്പോ, പശുവിനെ കാണുമ്പോ, ആട്ടിനെ കാണുമ്പോ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ സുന്നത്താണ്. ഇതേപോലെ ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലെ നഖം, രോമം തുടങ്ങിയത് നീക്കാതിരിക്കുന്നത് പ്രത്യേകം പുണ്യകർമ്മമാണ്. ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ ശക്തിയായൊരു സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. ഉദ്ഹിയ്യത്തിന്റെ ആട്ടിനെ മലർത്തിക്കിടത്തി അവിടുന്ന് ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ഉമ്മത്തിന്റെയും പേരിൽ ഞാൻ ഉദ്ഹിയ്യത്ത് അറുക്കുന്നുവെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഉമ്മത്തിൽ നിന്ന് ഉദ്ഹിയ്യത്ത് അറുക്കാൻ സാമ്പത്തികമായി ശേഷിയില്ലാതെ പോയാൽ അവനും ഉദ്ഹിയ്യത്തിന്റെ ഒരു ഭാഗം ലഭിക്കാൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കരുതുകയാണ്, പറയുകയാണ്. ഇരിക്കട്ടെ, അവിടുന്ന് ഉദ്ഹിയ്യത്ത് അറുക്കാൻ നമ്മളോട് പറഞ്ഞു. ആ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗം എത്ര കൂടുതൽ വിലയുള്ളതാണോ, എത്ര കൂടുതൽ മാംസമുള്ളതാണോ, എത്ര കൂടുതൽ ക്ഷേമമുള്ളതാണോ അത്രയും നിങ്ങൾക്ക് പുണ്യമുണ്ടെന്നും ആ മൃഗം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് യാത്രയ്ക്ക് ലഭിക്കുന്നതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് വലിയ ഒരു പുണ്യകർമ്മമാണ് എന്ന് മാത്രമല്ല, അതൊരു സുന്നത്തി കിഫായി കൂടിയാണ്. ഒരു കുടുംബത്തിൽ നിന്ന്, അതേ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഉദ്ഹിയ്യത്ത് അറുത്തിരിക്കണം. അങ്ങനെ ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നത് വളരെ പുണ്യമുള്ള കർമ്മമാണ്. ബലിപെരുന്നാൾ ദിവസം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കർമ്മമാണ്. അല്ലെങ്കിൽ തൊട്ടടുത്ത 3 ദിവസങ്ങളിൽ ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഇമാമ് ഖുത്ബ നിസ്കാരം കഴിഞ്ഞ് ഖുത്ബ നിർവഹിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടതെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ശാഫിഈ മദ്ഹബിൽ അതിന്റെ സമയം കഴിഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിലും മറ്റ് മദ്ഹബുകളിൽ ആ സമയം കഴിഞ്ഞാൽ പോരാ, നിസ്കാരവും ഖുത്ബയും കഴിയുക തന്നെ വേണം. അതുകൊണ്ട് ഖുത്ബയും നിസ്കാരവും കഴിഞ്ഞിട്ട് തന്നെയാണ് ആ കർമ്മം നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ഉദ്ഹിയ്യത്ത്, അത് ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആടുകളാകുമ്പോൾ 2 വയസ്സ് വേണം, 2 വയസ്സ് തികഞ്ഞതാകണം. പക്ഷേ അത് ഒരു വ്യക്തിക്ക് ഒരാട്ടിനെ അറുക്കാം, അതിലാർക്കും പങ്കുചേരാൻ നിർവാഹമില്ല. അതേസമയം നമ്മൾ ഒരു മുരിക്കുട്ടനെയോ അല്ലെങ്കിൽ പോത്തിനെയോ ഒട്ടകത്തെയോ അറുക്കുന്നുവെങ്കിൽ 2 വയസ്സ് തികഞ്ഞതാകണം. അതിൽ 7 ആളുകൾക്ക് വേണമെങ്കിൽ ഷെയർ ചേരാം. 7-1 മതിയാകും ഒരാൾക്കെന്ന് സാരം. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ആകണം എന്നില്ല. മനസ്സിലാക്കിയത് മുരിക്കുട്ടൻ അറക്കുമ്പോ 7 ഉണ്ടായാലേ പറ്റൂന്ന, അങ്ങനെയല്ല. ഒരാൾക്ക് എന്നെ 10 മുരിക്കുട്ടൻ അറക്കുന്നതിന് ഒരു കുഴപ്പമില്ല, 100 അറക്കുന്നതിനും കുഴപ്പമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അത്രയും പുണ്യം കൂടുതൽ ലഭിക്കും. ഇരിക്കട്ടെ, ഉദ്ഹിയ്യത്ത് അറുക്കാൻ ശ്രമിക്കണം. ഉദ്ഹിയ്യത്ത്, ആ ഉദ്ഹിയ്യത്തിന്റെ മാംസം
അതൊരു ബറക്കത്തുള്ള മാംസമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നേർച്ചയാണെങ്കിൽ അവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കും അതിൽ നിന്നെടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. അതേസമയം നേർച്ച അല്ലെങ്കിൽ ഒരൽപ്പം കരളിന്റെ ഭാഗത്ത് നിന്ന് എങ്കിലും അതാ അറുക്കുന്നവനും ബറക്കത്തിന് വേണ്ടി എടുത്തുപയോഗിക്കുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഹിയ്യത്തിന്റെ മാംസം ഏറ്റവും ചുരുങ്ങിയത് ഒരു വിലക്കുണ്ടാകുന്ന അത്രയെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കൽ നിർബന്ധമാണ്. കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇല്ലെങ്കിലും അത് പണക്കാർക്കും കഴിക്കാം, അല്ലാത്തവർക്കും കഴിക്കാം. പക്ഷേ ഇതൊരു സാധാരണ മാംസമല്ല.